ശ്രീ മോഹൻ വർഗീസ്, CPIയെ സംബന്ധിച്ചുള്ള ഓപ്ഷനും CPMനെ സംബന്ധിച്ചുള്ള ഓപ്ഷനും നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ ഒരു ഫയർ ഫൈറ്റിംഗ് ഡേ ആണ്. MV ഗോവിന്ദൻ മാസ്റ്റർ അടിയന്തരമായി തലസ്ഥാനത്തേക്ക് എത്തുന്നു. അദ്ദേഹം ഒരു ചർച്ച മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ലീഡ് ചെയ്യുമെന്നാണ് പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ ഉപശാലകളിൽ കേൾക്കുന്ന വർത്തമാനം. അങ്ങനെ സംഭവിക്കുമായിരിക്കും. നേരത്തെ താങ്കൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ അടക്കം കാര്യമുണ്ട്. CPIയെ സംബന്ധിച്ച് CPI അണികളുടെ മൊറൈൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. ആ മൊറൈൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് പ്രധാനമാണ്. താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഈ ധാരണാപത്രം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് ഈ സർക്കാർ കേന്ദ്രത്തിലേക്ക് അയക്കുമെന്ന്? അങ്ങനെ ഒരു കത്ത് അയച്ചാലേ CPI പിന്മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ശ്രീ അഭിലാഷ് കൃത്യമായ നിലപാടാണ്, കഠിനമായ നിലപാടാണ്. ധാരണാപത്രത്തിൽ നിന്നും പിന്നാക്കം പോയെങ്കിലേ, അല്ലെങ്കിൽ ധാരണാപത്രം കേരളം ഏകപക്ഷീയമായി റദ്ദ് ചെയ്തെങ്കിൽ മാത്രമേ തങ്ങൾ സഹകരിക്കൂ എന്ന ഒരു മെസ്സേജാണ് ഈ നിമിഷം വരെ CPI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ധാരണാപത്രത്തിൽ നിന്നും ഏകപക്ഷീയമായി സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാനാവില്ല എന്ന് നിയമപരമായി നമുക്കറിയാം. കേന്ദ്രത്തിന് പിന്നോട്ട് പോകാനാവും, പക്ഷേ സംസ്ഥാനത്തിന് ഒരിക്കൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാനാവില്ല. പിന്നെ ഉള്ള ഒരു പഴുത് എന്ന് പറയുന്നത് ഈ പ്രോസസ് ഒബ്സർവ് ചെയ്തിട്ടില്ല എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് മന്ത്രിസഭയുടെ കൺകറൻസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മറ്റു ചില സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിഫൻസിനുള്ള ഒരു ഫർദർ റിക്വസ്റ്റ് ചെയ്യാമോ ഈ ഒരു സാധ്യത, അത് ഇതുവരെ പ്രഥമമായി വരുന്ന ഒരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. ഈ പ്രോസസ് ഒബ്സർവ് ചെയ്തിട്ടില്ല തങ്ങളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഡൽഹിയിൽ ചെന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നതിന്റെ പിറ്റേ ദിവസം നോക്കൂ, ഈ ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 6-ാം തീയതി, എനിക്ക് തോന്നുന്നത് 10-ാം തീയതി, ഈ ഒക്ടോബർ മാസം 10-ാം തീയതി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയൊക്കെ കാണുന്നു. അതിനുശേഷം കൃത്യം 6 ദിവസത്തിന് ശേഷം 16-ാം തീയതി ഒരു ഏകദേശ കരട് രൂപം തയ്യാറാവുന്നു. പിന്നീട് ക്യാബിനറ്റ് മീറ്റിംഗ് സംഭവിക്കുന്നത് 22-ാം തീയതിയാണെന്ന് തോന്നുന്നു. ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉണ്ട്. ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു ഊഹാപോഹം എന്ന നിലയിൽ CPIയുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നു. അപ്പോൾ അവിടെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി, അപ്പോൾ CPIയുടെ മന്ത്രിമാർ എന്താണ് ധരിക്കേണ്ടത്? ഇതുമായി പ്രൊസീഡ് ചെയ്യാൻ ഈ കരട് എന്ന് പറയുന്ന കേവല സങ്കല്പം മാത്രമാണ്, തങ്ങൾക്കതിനെ കുറിച്ച് അറിവില്ല, ഒരുപക്ഷെ അത് ചർച്ച അർഹിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് CPI ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമെന്ന് കരുതിയില്ല. തൊട്ടടുത്ത ദിവസം ഡൽഹിയിലെത്തി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി അത് ഒപ്പുവയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രാലയമോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ? പ്രത്യേകിച്ച് വിശാലമായ ഒരു പോളിസി ഇംപ്ലിക്കേഷൻ അടങ്ങുന്ന ഒരു കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയെക്കുറിച്ച് ഞങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മന്ത്രിസഭ എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ബോഡിയാണ്. ക്യാബിനറ്റ് ഈസ് ദി പോളിസി മേക്കിംഗ് ബോഡി. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ നയവുമായി, കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ നിലപാടും നയവും എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള സമിതിയുടെ അനുവാദമില്ലാതെ, ഒരു ക്യാബിനറ്റ് നോട്ട് പോലും ഇല്ലാതെ എങ്ങനെയാണ് ധാരണാപത്രം ഒപ്പിടുന്നത്? അവിടെ CPIക്ക് സ്വന്തം അണികളോട് ചിലത് പറയേണ്ടതുണ്ട്. നോക്കൂ, ഞങ്ങൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി CPMന്റെ വലതുപക്ഷ വ്യതിയാനം തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ RSSന്റെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടയെ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ അജണ്ടയുമായി യോജിച്ചുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ CPM മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ശ്രീ ജിൻഡോ ജോൺ ഉൾപ്പെടെ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു അന്തർധാര, അതായത് CPMന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ മകനും മകളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്നും പിന്നാക്കം പോകാനുള്ള ഒരു ധാരണ, ഒരു അണ്ടർ ഹാൻഡ് ഡീൽ എന്ന നിലയിൽ തത്വത്തിൽ ആ പദ്ധതി അത് ഷോക്കേസ് ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി ഷോക്കേസ് ചെയ്യുന്ന PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ധാരണയിലായി ഒപ്പിട്ടങ്ങ് മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ CPM BJP അന്തർധാര അവിടെ പ്രകടമാണ്. ഇതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്, CPIയും പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് CPIക്ക് ഒരു പ്രയോജനം കൂടിയുണ്ട് ശ്രീ അഭിലാഷ്. അതായത് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജനകീയ അടിത്തറ, സൈദ്ധാന്തികമായി തങ്ങളാണ് നേരായ വഴിയിൽ സഞ്ചരിക്കുന്നത്. ഒരു ആരോപണത്തിനും CPM മറുപടി പറഞ്ഞിട്ടില്ല. CPMന്റെ തീരുമാനം CPIക്ക് മറുപടി പറയേണ്ട, പ്രശ്നം മൂർച്ഛിപ്പിക്കേണ്ട എന്നാണ്. ടെലിവിഷൻ ചർച്ചകളിലേക്ക് പോലും CPI പ്രതിനിധികൾ ഉണ്ടെങ്കിൽ CPM ആളെ അയക്കുന്നില്ല, വഴക്കൊഴിവാക്കാനാണ്. പക്ഷേ CPI ഇങ്ങനെ ഒരു പ്രകടമായ നിലപാടെടുത്താൽ തിരിച്ച് CPMനും പറയാനുണ്ടാവുമല്ലോ. PM ഉഷ പദ്ധതി നടപ്പാക്കിയപ്പോൾ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾക്ക് അന്ന് ഈ NEPയുമായി പ്രശ്നമുണ്ടായിരുന്നില്ലേ? 4 വർഷ ബിരുദ കോഴ്സുകൾ
യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ടായിരുന്നില്ലേ? CPI-യുടെ മന്ത്രി പ്രോ ചാൻസലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന NEP വിഭാവനം ചെയ്യുന്ന നിർദ്ദേശം നടപ്പാക്കി കഴിഞ്ഞു. അപ്പോ നിങ്ങൾ മിണ്ടിയോ? അപ്പോ ഈ കാവ്യവൽക്കരണം ഉണ്ടായിരുന്നില്ലേ? ഈ പ്രകൃതിദത്ത കൃഷി എന്ന NEP വിഭാവനം ചെയ്യുന്ന മാനദണ്ഡം നടപ്പാക്കി, കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ചോദിക്കുമല്ലോ. അവർ ചോദിക്കാത്തതുകൊണ്ടാണ്. ചോദിച്ചാൽ അപ്പൊ CPI-ക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? പെട്ടെന്ന് ഒരു ദിവസം അയ്യോ കാവ്യവൽക്കരിക്കുന്നേ, ഞങ്ങൾ കാവ്യവൽക്കരണം തടയേണ്ട ഇടതുപക്ഷ ശക്തിയാണേ എന്ന് തോന്നിയോ CPI-ക്ക്? ഇവിടെ ശ്രീ അഭിലാഷ്, ഇതിലൊരു ക്വാളിറ്റേറ്റീവ് ആംഗിൾ കൂടിയുണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് PM ഉഷ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉള്ളൊരു പദ്ധതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, അതിന്റെ പുതിയ പേരാണല്ലോ PM ഉഷ. ഈ PM ഉഷയെ സംബന്ധിച്ചിടത്തോളം മാൻഡറ്ററി ആയ കാര്യങ്ങളില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയം അതുപോലെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഫണ്ട് വിതരണം ചെയ്യൂ, റൂൾസ് അനുസരിച്ചുള്ള ഫണ്ട് വിതരണം ചെയ്യൂ എന്ന നിഷ്കർഷ ഇല്ല എന്നൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഈ കരിക്കുലം ഉൾപ്പെടെയുള്ള പ്ലാൻ ചെയ്യാൻ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, അടിച്ചേൽപ്പിക്കുന്ന നയമല്ല. റൂൾസ് അനുസരിച്ച്, ഞാനും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്കറിയാം, അടിച്ചേൽപ്പിക്കുന്ന ഇവിടെ അങ്ങനല്ല. ഇവിടെ NEP-യുടെ കാര്യത്തിലും അതേ കാര്യമുണ്ടല്ലോ. കാരണം NEP-യുടെ കാര്യത്തിലും ഈ പറയുന്നത് പോലെ പാഠ്യപദ്ധതിയും കരിക്കുലവും സംസ്ഥാനങ്ങൾ, അത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു. സംസ്ഥാന ബോർഡുകൾക്ക്, അത് കേരളം എന്നല്ല ഏത് സംസ്ഥാന ബോർഡും ആവട്ടെ, സംസ്ഥാന ബോർഡുകളുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതി കരിക്കുലം അതാത് സംസ്ഥാന ബോർഡുകളാണ് തീരുമാനിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമായി കഴിഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, NEP-യുടെ ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ പാരഗ്രാഫ് അടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 17(3). പക്ഷെ ഒരു വാചകം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. പക്ഷേ ഇത് ശ്രീ അഭിലാഷ്, ഒരു വാചകം അതിനകത്തെ കേന്ദ്ര വിദ്യാഭ്യാസ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അംഗീകരിച്ചുകൊണ്ട് വേണം, അതിന്റെ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വേണം PM-3 പദ്ധതി നടപ്പാക്കേണ്ടത് എന്ന് ധാരണാപത്രത്തിൽ വ്യക്തമായി എഴുതി വെക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു കോംപ്രിഹെൻസീവ് ഡീൽ എന്ന രീതിയിൽ മാത്രമേ കാണാനാവൂ. പക്ഷെ മറ്റേത് ആ രീതിയിൽ കോംപ്രിഹെൻസീവ് അല്ല. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ ആ രീതിയിൽ ഫണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഇവിടെ നോക്കൂ, ബജറ്ററി ഫണ്ടിങ്ങിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ പ്രോജക്ട് അധിഷ്ഠിതമായ ഫണ്ടുകളാണ്. ഈ പ്രോജക്ട് അംഗീകരിക്കാൻ കേന്ദ്രത്തിന്റെ നിബന്ധനയോടുകൂടി ആ പ്രോജക്ട് അംഗീകരിക്കാൻ സംസ്ഥാനം വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ ഫണ്ടുകൾ ലഭിക്കൂ എന്ന രീതിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പറയുന്ന PM-3 പദ്ധതി വന്നപ്പോഴാണ്. റൂഫയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ CPI-യുടെ, വേണമെങ്കിൽ പറയാം CPI-യുടെ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾ, കൃഷി ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ കേന്ദ്രത്തിന്റെ പണം വാങ്ങിയിട്ടില്ലേ? ഉണ്ട്. ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. മറ്റ് വകുപ്പുകളിലും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുകളിലും ഒക്കെ തന്നെ വാങ്ങിയിട്ടുണ്ട്, കേന്ദ്ര ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള, വിദ്യാർത്ഥികളുടെ കരിക്കുലം ചേഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മനസ്സുകളെ സ്വാധീനിക്കാനുള്ള നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല, നയങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് വ്യത്യസ്തമായി കാണണം എന്ന് CPI പറഞ്ഞു. ഞാൻ ശ്രമിക്കുകയല്ല, പക്ഷേ നമ്മൾ നിശ്ചയമായും ചർച്ച ചെയ്യേണ്ടതാണ്. 33 സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ, 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും 33 ഭരണകൂടങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ അതാത് സ്റ്റേറ്റ് ബോർഡുകളുടെ സിലബസുകളിൽ മാറ്റം വന്നിട്ടുണ്ടോ? കാവ്യവൽക്കരണം നടന്നിട്ടുണ്ടോ? കർണാടകയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും അടക്കം അങ്ങനെ പാഠ്യപദ്ധതിയിൽ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ 30% സ്കൂളുകൾ കേന്ദ്ര സിലബസിലുള്ള സ്കൂളുകളാണ്. കേന്ദ്ര സിലബസിലുള്ള സ്കൂളുകൾ ഫോളോ ചെയ്യുന്നത് NEP തന്നെയാണ്, NEP ചട്ടക്കൂട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ 30% കേന്ദ്ര സ്കൂളുകളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഗാന്ധിജിക്കും നെഹ്റുവിനും പകരം ഹെഡ്ഗേവാറിനെയും സവർക്കറിനെയും ആണോ? നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാവട്ടെ എന്ന് വിചാരിക്കാം.